ദിയ കൃഷ്ണക്ക് ബ്രൈഡൽ ഷവർ ഒരുക്കി അഹാന കൃഷ്ണയും അനുജത്തിമാരും. സെപ്റ്റംബർ മാസത്തിൽ വിവാഹമുണ്ടാകുമെന്ന് ദിയ അറിയിച്ചിരുന്നെങ്കിലും വിവാഹ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. ദിയ കൃഷ്ണയുടെ കൂട്ടുകാരനായ അശ്വിൻ ഗണേശാണ് വരൻ. വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ പ്രണയം വിവാഹം വരെ എത്തുകയായിരുന്നു. ഐവറി നിറത്തിലെ ഓഫ് ഷോൾഡർ ഗൗണായിരുന്നു ദിയ കൃഷ്ണ അണിഞ്ഞത്. ബ്രൈഡൽ ഷവറിൻ്റെ വീഡിയോ ആണ് ദിയ കൃഷ്ണ ലേറ്റസ്റ്റായി തൻ്റെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അശ്വിൻ ദിയയ്ക്ക് വേണ്ടി സർപ്രൈസായി ബ്രൈഡൽ ഷവറിൽ എത്തുന്നത് കാണാം. ദിയയുടെ ഈ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്. അശ്വിൻ ഗണേഷിനെ ആരും മൈൻഡ് ചെയ്തില്ല എന്നാണ് കമൻറ്റുകളിൽ കൂടുതലും. ഇഷാനിക്കാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ് കിട്ടിയിരിക്കുന്നത്. അശ്വിൻ കയറി വന്നു, അവിടെ ഇരുന്നിട്ട് പോലും ഇഷാനി ഒന്ന് മുഖത്തേക്ക് അല്ലെങ്കിൽ അവനെ ഒന്ന് നേരെ നോക്കുക പോലും ചെയ്തില്ല. എത്ര സമയം കഴിഞ്ഞിട്ട് പോലും ആ സൈഡിലേക്ക് നോക്കിയിട്ടേ ഇല്ല. കുടുംബത്തിലെ ബാക്കിയുള്ളവരാണ് അവളെ തിരുത്തേണ്ടത്. അറ്റ്ലീസ്റ്റ് ആസ്ക് ഹർ വാട്ട് ഈസ് ഹർ പ്രോബ്ലം വിത്ത് ഹിം. സംസാരിച്ചില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കായിരുന്നു. വീഡിയോ കണ്ട എനിക്ക് പോലും അത് വലിയൊരു ഇൻസൾട്ടായി തോന്നി. അവനവന് റെസ്പെക്റ്റ് കിട്ടുന്ന ബന്ധങ്ങൾ വേണം സെലക്ട് ചെയ്യാൻ, ഇല്ലെങ്കിൽ അവനവൻ തന്നെ വിഷമിക്കേണ്ടി വരും. പണത്തിൻ്റെ അഹങ്കാരം ആണോ എല്ലാത്തിനും? ആ ഇഷാനിയൊക്കെ നോക്ക്, അശ്വിനൊന്നും നോക്കുന്നത് പോലുമില്ല. ആ ചെറുക്കൻ വലിഞ്ഞു കയറി വരുന്ന ഒരുത്തനൊന്നുമല്ല, അന്തസ്സായി നല്ലൊരു ജോബും ഉണ്ട് അവനെ. ഇനി ജാതി നോക്കുവാണെങ്കിൽ നിങ്ങളെക്കാൾ മുന്തിയ ജാതി ആണ് അവൻ. ആ ദിയ എങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വ്യത്യാസം വന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇനി ദിയയോട് തൻ്റെ ഹസിനെ ഒരിക്കലും നിൻ്റെ ജാട ഫാമിലിക്ക് മുമ്പിൽ ഇട്ടുകൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെയാണ് ഓരോരുത്തരുടെയും കമൻറ്റുകൾ. എന്നാൽ ഇഷാനിയെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്യുന്നവരുമുണ്ട്. ബ്രൈഡൽ ഷവർ പെൺകുട്ടികളുടേത് മാത്രമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയെന്നും പലരുടെയും കമൻറ്റുകൾ കാണാം. നെഗറ്റീവ് കമൻറ്റ് ചെയ്യുന്നവരോടൊക്കെ മറുപടിയുമായി എത്തുന്നുണ്ട്. ഇഷാനിയും അമ്മുവുമാണ് ഈ പരിപാടിയെല്ലാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അവരാണ് അശ്വിനെ ഇൻവൈറ്റ്. ഇനി ആരെങ്കിലും അവരെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാൽ ഞാൻ അത് സഹിക്കില്ല, ഞാൻ അവരെ ബ്ലോക്ക് ചെയ്യും. കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കുക എന്നാണ് ദിയ റിപ്ലൈ കൊടുത്തിരിക്കുന്നത്.